ഇന്നൊരു നമുക്കൊരു അല്പസമയത്തിനൊരു അതിഥി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾക്കറിയുന്ന പോലെ ഈ പശ്ചിമേഷ്യയിലെ ഗസയിൽ തീതുപ്പുന്ന ടാങ്കുകൾക്ക് മുന്നിലും അതുപോലെ വീഴുന്ന ബോംബുകൾക്ക് കീഴിലും ജോലി ചെയ്ത ഒരു ഡോക്ടർ എക്സ് സന്തോഷ് കുമാർ. അദ്ദേഹം മരണത്തെ മുന്നിൽ കാണുന്ന നിമിഷങ്ങളൊക്കെ ഒരുപാട് സമയം ജീവിത സാഹചര്യത്തിൽ ഉണ്ടായിട്ടും രോഗികളെ പരിചരിക്കാൻ വേണ്ടി ഒരുപാട് ദിവസങ്ങൾ ഗസയിൽ ജോലി ചെയ്തു. നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചാനലിൽ റിപ്പോർട്ടറൊക്കെ തരുമായിരുന്നു. നമ്മൾ അദ്ദേഹത്തെ തമാശയോട് പറഞ്ഞ് 24 റിപ്പോർട്ടർ, ഗസയിലെ റിപ്പോർട്ടർ എന്നാണ് പറയുന്നത്. അത്ര കൂടുതൽ നിങ്ങൾക്കറിയാം. ഈ ഡോക്ടർ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത് ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടായിട്ട് വിരമിച്ച ആളാണ് ഡോക്ടർ സന്തോഷ് കുമാർ. അതിനു മുമ്പ് ഈ കോവിഡൊക്കെ ഏറ്റവും കത്തി നിൽക്കുകയും കോവിഡ് എന്ന് കേട്ടാൽ ഈ കൊറോണ വൈറസിനെ ഏറ്റവും നമ്മൾ ഭയക്കുകയും ചെയ്ത ഒരു സമയത്ത് ഒരു 19 ഡോക്ടേഴ്സുമായി മുംബൈയിലിറങ്ങി കോവിഡ് ചികിത്സ നടത്താൻ ധൈര്യം കാണിച്ച ഡോക്ടർ എസ് സന്തോഷ് കുമാറാണ് നമുക്കൊപ്പം അതിഥിയായി അല്പസമയത്തിനകം ചേരുന്നത്. വീണ്ടും അദ്ദേഹം ഗസയിലേക്ക് മടങ്ങുന്നെന്നാണ് സൂചന. ചോദിച്ചറിയാം. അല്പസമയത്തിനകം അദ്ദേഹം ചേരും. ഇനി നമുക്ക് മറ്റൊരു വാർത്ത ഡൽഹിയിലേക്കാണ്. ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷമായി തുടരുകയാണ്. വായു ഗുണനിലവാര സൂചിക ശരാശരി 349 രേഖപ്പെടുത്തിയിരിക്കുന്നത്. വലിയ മോശമല്ല, എന്നാൽ അത്ര ഗുണവുമല്ല. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അജീഷ്, വിശദാംശങ്ങൾ പറയും. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും ഡൽഹിയിൽ വായു ഗുണനിലവാര സൂചിക ശരാശരിയാണ് 345 എന്നുള്ളത്. മിക്ക സ്ഥലങ്ങളിലും 400 മുകളിലാണ്. ഓരോ സ്ഥലങ്ങളിലും ഈ ആനന്ദ് വിഹാർ, ITU, ഒപ്പം തന്നെ ഈ RK പുരം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ 400 മുകളിലാണ് ഈ വായു ഗുണനിലവാര സൂചിക നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് പൂവറും വെരി പൂവറും കഴിഞ്ഞപ്പോൾ ഹസാഡസ് എന്നൊരു നിലയിലേക്കാണ് ഇവിടുത്തെ വായു ഗുണനിലവാരം എത്തിയിരിക്കുന്നത്. അതിഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഡൽഹി മുഖ്യമന്ത്രി ചില മാറ്റങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചിരുന്നു. അത് സർക്കാർ ഓഫീസുകളുടെയും ഒപ്പം തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഈ സർക്കാർ ഓഫീസുകൾ നേരത്തെ 9:30 മുതൽ 6 മണി വരെയായിരുന്നു അവരുടെ പ്രവർത്തന സമയം. അതിപ്പോൾ മാറ്റി 10 മണി മുതൽ 6:30 വരെ ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അവരുടെ പരമാവധി ആളുകൾക്ക് വീട്ടിലിരുന്ന് വർക്ക് അറ്റ് ഹോം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി നൽകണമെന്നും ഈ സ്വകാര്യ കമ്പനികളോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുനിസിപ്പൽ കോർപ്പറേഷൻ അവരുടെ ജീവനക്കാർക്കും ഈ സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ വായു ഗുണനിലവാരം 200-നും 300-നും ഇടയിലായിരുന്നു നിന്നിരുന്നത്. പക്ഷേ ഈ പഞ്ചാബിലും UP-യിലും വീണ്ടും ഈ വൈക്കോൽ കത്തിക്കുന്നത് കൂടുതലായതോടെയാണ് വീണ്ടും വായു ഗുണനിലവാരം മോശമായ രീതിയിലേക്ക് എത്തിയത്. എന്തായാലും ഈ സ്ഥിതി അടുത്ത കുറച്ച് ദിവസം കൂടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒരു റെഡ് സോണായി ഡൽഹിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും അതിഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യം തുടരുകയാണ്. മാസ്ക് വെച്ചല്ലാതെ N95 മാസ്ക് വെച്ചല്ലാതെ പുറത്തിറങ്ങരുത് എന്നാണ് ആരോഗ്യ വകുപ്പുകൾ നൽകുന്ന നിർദ്ദേശങ്ങൾ. അജീഷ്, മാസ്ക് വെച്ചോളൂ. എന്തായാലും മാസ്കൊക്കെ വെച്ച് വേണം. ഡൽഹി നിവാസികളുടെ ജീവിതം ശ്വാസം മുട്ടലിലൂടെ തുടരുകയാണ്. ശ്വാസം മുട്ടി ജീവിക്കേണ്ട ഒരു മഹാനഗരത്തിലെ അന്തേവാസികളാണ് ഡൽഹി നിവാസികൾ എന്നുള്ളത് നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു. എന്താണ് ഇതിനൊരു പരിഹാരം? വിദഗ്ധന്മാർ ആലോചിക്കുന്നുണ്ട്. പക്ഷേ എന്താ ചെയ്യുക? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.